സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യേശുക്രിസ്തു പറഞ്ഞതായ ഒരു ഉപമയാണിത്. ഇവിടെ ഒരു പുത്രനെക്കുറിച്ച് പറയുന്നു. ഇതിൽ വലിയ ആഴമേറിയ സത്യങ്ങളും ആത്മീയ സത്യങ്ങളും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയവൻ ഒരു ദിവസം വന്നിട്ട്, പിതാവേ, എൻ്റെ സ്വത്തിൻ്റെ ഭാഗങ്ങൾ എനിക്ക് നൽകുക എന്ന് പറഞ്ഞു. അധികാരം കാണിക്കുകയാണ്. മാതാവിനെക്കുറിച്ച് അവിടെ പറയുന്നതേയില്ല. മാതാവില്ലാതിരിക്കുമ്പോൾ വീണ്ടും വിവാഹം കഴിക്കാതെ ആ ആൺമക്കളെ വളർത്തി വലുതാക്കിയതായ ആ പിതാവ് സത്യത്തിൽ വളരെ ത്യാഗത്തോടുകൂടി സ്നേഹത്തോടുകൂടി മക്കളെ നോക്കുകയാണ്. അതുമാത്രമല്ല, ഈ പിതാവ് സമ്പന്നനുമാണ്. അതായത് ആ വീട്ടിൽ ഒരു കുറവും ഇല്ല. ഈ മുടിയനായ പുത്രൻ ഇറങ്ങിപ്പോയി. തൻ്റെ ജീവിതത്തിൽ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു. മദ്യപാനത്തിൽ, ചീട്ടുകളിയിൽ, അങ്ങനെ സകലതും നഷ്ടപ്പെടുത്തി. എല്ലാം കഴിഞ്ഞതിന് ശേഷം, നഷ്ടപ്പെട്ട ശേഷം ബുദ്ധിമുട്ടാകാനിടയായി. എന്നിട്ട് എവിടെ പോയെന്നറിയാമോ? പന്നിയെ വളർത്തുന്നവൻ്റെ അടുക്കലേക്ക്. ജോലിക്ക് വേണ്ടി, എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി. കഴിക്കാൻ ആഹാരമില്ല, കുടിക്കുവാൻ വെള്ളമില്ല, അല്പം ചോറ് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ പന്നികളെ മേയ്ക്കാനുള്ള ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ അവിടെ ആഹാരമില്ല, കഷ്ടപ്പെട്ട പണിയാണ്, വിശന്ന് വലയുകയാണ്. പന്നികൾക്ക് കൊടുക്കുന്ന ആ തീറ്റ തിന്നാൻ വേണ്ടി വിചാരിച്ചു എന്ന്. പന്നിക്ക് തീറ്റ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കൊടുക്കുന്നത്. അത് കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഗുരു 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 എന്ന് ഓടി വരുന്നത് കാണാം. അതിങ്ങനെ ഓടി വരുന്നതായ സമയത്ത് അല്പം എടുത്ത് ഇങ്ങനെ കഴിക്കുവാൻ വായിലോട്ട് വെക്കുന്നതായ സമയത്ത് പന്നി ഓടി വന്നിട്ട് അവനെ തള്ളിയിടാറുണ്ട്. അങ്ങനെ തലയടിച്ച് പുറകോട്ട് വീഴുവാനിടയായി. അപ്പോഴാണ് അവന് വന്നത്. എന്തു വന്നു? സുബോധം വന്ന സമയത്ത് തൻ്റെ അവസ്ഥ താൻ മനസ്സിലാക്കിയപ്പോ, ഛേ, എന്തൊരു ജീവിതമാണിത്! എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ കൂലിവേലക്കാർക്കും വയറ് നിറച്ച ആഹാരമുണ്ട്. എൻ്റെ പിതാവ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എൻ്റെ അടുക്കൽ വന്നിട്ട്, മോനെ, അത് കഴിക്കൂ, ഇത് കഴിക്കൂ, അല്പം കൂടി കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തരത്തിലുള്ള ആഹാരം എനിക്ക് തന്നിരുന്നു. അവിടെ വേലക്കാർ പോലും വയറ് നിറച്ച ആഹാരം കഴിക്കുന്നു. ഞാനിവിടെയാണെങ്കിൽ വിശന്ന് മരിക്കാൻ പോവുകയാണ്. ഞാൻ എഴുന്നേറ്റ് ചെന്ന് എൻ്റെ അപ്പനോട് പറയാനിടയാകും, പിതാവേ, എന്നോട് ക്ഷമിക്കണമേ. അപ്പാ, ഞാൻ സ്വർഗത്തിനും അങ്ങയ്ക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യൻ അല്ല. നിന്റെ വേലക്കാരിൽ ഒരുവനെ പോലെ എന്നെ കാണണമേ എന്ന് പറയും എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ദൂരെ നിന്നേ വരുന്ന സമയം പിതാവ് അവനെ കണ്ടിട്ട്, വരുന്നുണ്ട് ആ അനുസരണം കെട്ടവൻ, നാണമില്ലാത്തവൻ, അവൻ വരുന്നുണ്ട് തിരിച്ച്. സമ്പത്തെല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചിട്ട് വരികയാണ്. അവനെ ഇവിടെ കയറ്റിയേക്കരുത്, അവനെ തിരിച്ചുവിടൂ, എനിക്ക് അവനെ കാണണ്ട എന്നാണോ പറഞ്ഞത്? ഈ ലോകത്തിലെ മാതാപിതാക്കൾ അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ എൻ്റെ കർത്താവ് എൻ്റെ അടുക്കിലേക്ക് വരുന്നവനെ അവൻ ഒരു നാളും കൈവിടുകയില്ല. അവൻ ദൂരത്ത് നിന്ന് വരുന്നത് കണ്ടപ്പോഴേ ഓടിച്ചെന്നിട്ട് അവനെ ആലിംഗനം ചെയ്തു. അവൻ്റെ ശരീരത്തിൽ നാറ്റമുണ്ട്, പന്നികളുടെ നാറ്റമുണ്ട്. എന്നാൽ എൻ്റെ കർത്താവ്, ആ പിതാവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം, നശിച്ചു പോകുന്നവരെ തിരഞ്ഞു രക്ഷിപ്പാൻ വന്നതായ സ്നേഹം, ഇതൊന്നും കണക്കിലെടുക്കില്ല. അവനെ ആലിംഗനം ചെയ്തു, അവനെ ചുംബിച്ചു, അവനെ ആശ്ലേഷിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ, അപ്പാ, 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 പിതാവേ, 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 ഞാൻ പാപം ചെയ്തു, ഞാൻ തെറ്റ് ചെയ്തു, എൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചു, ഞാൻ എന്നെ തന്നെ നശിപ്പിച്ചു, എൻ്റെ ശരീരം നശിപ്പിച്ചു, എൻ്റെ സമ്പത്തെല്ലാം ഞാൻ നശിപ്പിച്ചു, എൻ്റെ സമയമെല്ലാം ഞാൻ വൃഥാവാക്കി. ദൈവത്തിനെതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങയ്ക്കെതിരായി ഞാൻ പാപം ചെയ്തു. എനിക്ക് ക്ഷമ ചോദിക്കുവാനുള്ള യോഗ്യത പോലും ഇല്ല. നിന്റെ വീട്ടിലെ ഒരു വേലക്കാരിൽ ഒരുവനായി എന്നെ കണ്ടാൽ മാത്രമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അപ്പനോട് യാചിക്കുകയാണ്. എന്താണ്? നീ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ദൈവത്തിന് വിരോധമായിട്ടാണ് ചെയ്യുന്നത്, അതുപോലെ കൂടെയുള്ളവർക്കും എതിരായിട്ടാണ് ചെയ്യുന്നത്. ഭാര്യയെ വഞ്ചിക്കുന്ന വ്യക്തി ഭാര്യയെ മാത്രമാണോ വഞ്ചിക്കുന്നത്, അതോ ദൈവത്തെയും ദുഃഖപ്പെടുത്തുന്നുണ്ടോ? ദൈവത്തെയും ദുഃഖപ്പെടുത്തുന്നുണ്ട്. എന്താണ്? മാതാപിതാക്കളെ അനുസരിക്കാത്തവർ മാതാപിതാക്കളെ മാത്രമാണോ വേദനിപ്പിക്കുന്നത്? സ്വർഗത്തെയും അവർ വേദനിപ്പിക്കുന്നുണ്ടോ?
നീ ഒരു വ്യക്തിക്കെതിരായി ദ്രോഹം ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയെ മാത്രമാണോ ദ്രോഹിക്കുന്നത്? ദൈവത്തിനും അത് ദ്രോഹമായി തീരുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ദൈവത്തെ വിഷമിപ്പിക്കുന്നു. ചില പാപങ്ങൾ പരസ്യമായിട്ടാണ് നാം ചെയ്യുന്നത്, ചിലത് ആരും അറിയാതെ രഹസ്യമായി ചെയ്യുന്നതും ഉണ്ട്. നീ ഏത് പാപം ചെയ്താലും, എത്ര പാപങ്ങൾ ചെയ്താലും, ഇത്രയും പാപങ്ങൾ എന്തിനാണ് ചെയ്തത്? ഇത്രയും തെറ്റുകൾ എന്തിനാണ് ചെയ്തത്? അതുകൊണ്ട് നിന്നോട് എനിക്ക് ക്ഷമിക്കുവാൻ കഴിയില്ല എന്ന് യേശു പറയുമോ? എത്ര വലിയ പാപമാണെങ്കിലും യേശു ക്രിസ്തു ക്ഷമിക്കുക തന്നെ ചെയ്യും. യേശുവിന് ക്ഷമിക്കാൻ കഴിയാത്തതായ ഘോരമായ പാപങ്ങൾ ഒന്നും തന്നെയില്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകാൻ കഴിയാത്ത നീചമായ പാപങ്ങൾ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുകയാണ് എങ്കിൽ, ഈ മകൻ ഇവിടെ ഏറ്റുപറഞ്ഞ ഇല്ലയോ? അവൻ സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നോക്കൂ, ഇവിടെ ഒരു കണ്ടീഷൻസും അവൻ വെച്ചില്ല. ഞാൻ നിന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാം, എന്നാൽ ഇനിയും മേലിൽ ഞാൻ പറയുന്നത് അനുസരിച്ചൊക്കെ ഇവിടെ തന്നെ നിൽക്കുമോ എന്നൊന്നും അവൻ പറയാനിടയായില്ല. അവനെ ആലിംഗനം ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എല്ലാവരെയും വിളിച്ചു, വരൂ, അവന് നല്ല വസ്ത്രം കൊണ്ടുവരൂ, ഒരു മോതിരം കൊണ്ടുവരിക, അവന്റെ കാലിന് നല്ല ചെരുപ്പ് കൊടുക്കുക. ഇവൻ എൻ്റെ മകനാണ്, ഇവൻ വഴിതെറ്റിപ്പോയിരുന്നു, ഇവനെ എനിക്ക് ലഭിച്ചു, അതുകൊണ്ട് നാം എല്ലാവരും ചേർന്ന് സന്തോഷിക്കാം. ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ തൻ്റെ തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്നതായ സമയത്ത് സ്വർഗത്തിൽ പിതാവ് സന്തോഷിക്കുവാൻ ഇടയാകും. ഞാൻ ഒഴുക്കിയതായ രക്തം വൃഥാവായി പോയില്ല. ഞാൻ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് യേശു കർത്താവ് എന്താണ് ചെയ്യുന്നത്? പിതാവേ, ദൈവമേ, അവരെ ഈ ദിവസമെങ്കിലും നിന്റെ മക്കളാക്കി മാറ്റണമേ. അവരോട് നീ കോപിക്കരുതേ, അവർക്ക് ആക്സിഡന്റ് സംഭവിപ്പിക്കരുതേ, അവരുടെ ഹൃദയം നിലച്ചു പോകരുതേ. എന്താണ്? അവരുടെ പാപത്തിന്റെ ശിക്ഷയായി അവർക്ക് പക്ഷപാതം വരുവാൻ ഇടയാകരുതേ. അവനെയും അവന്റെ വീട്ടുകാരെയും ശിക്ഷിക്കരുതേ, അവരെ രക്ഷിക്കണമേ, ഇനിയൊരു അവസരം കൊടുക്കണമേ എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ്? മധ്യസ്ഥത അണയ്ക്കുകയാണ്. ഈ ദിവസം നീ ജീവനോടെ ആയിരിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. ഈ ദിവസം നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നുവെങ്കിൽ, നോക്ക്, കോടിക്കണക്കിന് ആളുകളുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ദൈവത്തെ ആരാധിക്കാൻ വരുവാൻ ഇടയാക്കി. നിങ്ങളെ ദൈവം വിടുവിച്ചു. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിനായി, നിങ്ങളുടെ പ്രതികൂലങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ, നിങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളുടെ കുടുംബത്തെ ദുശീലങ്ങളിൽ നിന്നും നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം രക്ഷിക്കാൻ, നിങ്ങളുടെ ഭവനത്തിന് രക്ഷ നൽകാൻ, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നതിനായി നീ കർത്താവേ എന്നെ രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ നീ എവിടേക്കും ഓടിപ്പോകേണ്ടതായ കാര്യമില്ല. പർവ്വതത്തിലോ മലയിലോ നീ ഓടിപ്പോകേണ്ടതായ കാര്യമില്ല. കർത്താവ് എവിടെയാണുള്ളത്? 2-3 പേർ എവിടെയാണ് കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്നത്? അവിടെയാണ്. നമ്മുടെ നടുവിലാണ് കർത്താവ് ഉള്ളത്. നമ്മുടെ ഇടയിൽ അവനുണ്ട്. അവൻ ആത്മാവിന്റെ രൂപത്തിലായതുകൊണ്ട് നമുക്ക് അവനെ കാണുവാൻ കഴിയില്ല, എന്നാൽ അവന്റെ സാന്നിധ്യം നമുക്ക് അറിയുവാൻ കഴിയും. യേശുവേ എന്ന് വിളിച്ചാൽ വിളി കേൾക്കുവാൻ അവൻ നിന്റെ അരികിൽ ഉണ്ട്. കർത്താവേ എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞാൽ കൈ നീട്ടി നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൂരത്തിലാണ്. ആ ജീവനുള്ള ദൈവം നിന്റെ അരികിലുണ്ട്. ഈ ദിവസം നീ ഏത് ഉദ്ദേശത്തോടു കൂടി വന്നുവെന്ന് എനിക്ക് അറിയില്ല, ഏത് പ്രശ്നത്തോടു കൂടി വന്നുവെന്ന് എനിക്കറിയില്ല, നിന്റെ വിഷമം എന്താണെന്ന് എനിക്കറിയില്ല, നിന്നെ വിഷമിപ്പിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഏത് വേദനയുമായി നീ കടന്നു വന്നു എന്ന് എനിക്ക് അറിയില്ല. എന്നാൽ നിന്റെ പ്രശ്നത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കുവാൻ, നിന്റെ കഷ്ടതയിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടി, നിന്റെ മനസ്സ് മാറ്റി നിന്നെ ഒരു പുതിയ വ്യക്തിയായി തീർക്കാൻ, നിന്റെ പാപം മൂലം നിനക്ക് വന്ന ശാപത്തിൽ നിന്ന്, ജീവിതത്തിലെ തടസ്സങ്ങളിൽ നിന്ന്, രോഗത്തിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നിന്നെ വിടുവിച്ച് നിന്നെ ആശ്രയിക്കുവാനും നിനക്ക് നഷ്ടമായതെല്ലാം നിനക്ക് തിരികെ നൽകുവാനും അവൻ ആഗ്രഹിക്കുന്നു. നീ എന്താണ് ചെയ്യേണ്ടത്? കർത്താവേ, ഞാൻ പാപിയാകുന്നു, ദൈവമേ എന്റെ തെറ്റിനെ ക്ഷമിക്കണമേ എന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഓർമ്മിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പണി എന്താണെന്നറിയാമോ? അന്യഭാഷയിൽ സംസാരിക്കും, ഒച്ചയും ബഹളമൊക്കെ വെക്കും, താഴെ വീഴിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പണി എന്താണെന്നറിയാമോ? നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നമുക്ക് ബോധ്യം വരുത്തുകയാണ്, നമ്മെ ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയദൃഷ്ടി തുറക്കുന്ന സമയത്ത് നമ്മുടെ അവസ്ഥകളെ നാം അറിഞ്ഞിട്ട് നമ്മുടെ തെറ്റുകൾ നാം ഏറ്റുപറയുന്നതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നാം പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ട് ലംഘനം മറച്ചുവെക്കുന്നവന് ശുഭം വരികയില്ല. അത് ഏറ്റുപറഞ്ഞിട്ട് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാൽ, ഏത് സ്ഥിതിയിലാണെങ്കിലും, ആ ഭയങ്കരനായ കള്ളൻ ക്രൂശിൽ കിടക്കുന്നതായ സമയത്ത് ഒരു വാക്ക് പറയാനിടയായി.
നാം ഈ ശിക്ഷ അർഹിക്കുന്നതാണ്. ഇവനൊരു പാപവും ചെയ്തില്ല, ഞാൻ പാപിയാണ്. എന്നാൽ കർത്താവ് ഒരു പാപവും ചെയ്തിട്ടില്ല. എന്റെ പാപത്തിനു വേണ്ടി കർത്താവ് ക്രൂശിൽ കയറി എന്ന് വിശ്വസിച്ച് അവൻ സ്വർഗരാജ്യത്തിൽ പോകുമെന്നുള്ള കാര്യം അംഗീകരിച്ച്, യേശുവേ, നിന്റെ രാജ്യം വരുന്ന സമയത്ത് എന്നെ ഓർക്കണമേ. എന്താണ്? നിന്റെ ഇഷ്ടമുള്ള പോലെ ജീവിച്ച് ഇപ്പോൾ സ്വർഗത്തിൽ വരുമെന്നാണോ? നിനക്ക് വേണ്ടി ഞാൻ കഷ്ടം അനുഭവിച്ചിട്ട് ഇപ്പോൾ എന്നോടൊപ്പം സ്വർഗത്തിൽ വരുമെന്നാണോ എന്നാണോ കർത്താവ് പറഞ്ഞത്? അല്ല, ഇന്നു നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ഈ ദിവസം കർത്താവിനോട് നീ ചോദിച്ചാൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ, നിനക്ക് വേണ്ടി ഒരു അത്ഭുത കാര്യം ചെയ്യുവാൻ അവൻ മതിയായവനായ ദൈവമാണ്. എത്ര പേർക്ക് വ്യക്തമായ രക്ഷയുടെ അനുഭവം ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ എന്റെ ജീവിതത്തിലൊരു സംഭവമുണ്ട്. 1952 ഫെബ്രുവരി 29 തീയതിയാണ് ഞാൻ ജനിച്ചത്. എന്റെ ശാരീരികമായ ജനനം 1971 ഫെബ്രുവരി 15 തീയതി ഞാൻ വീണ്ടും ജനിച്ചു. ഞാൻ മാനസാന്തരപ്പെട്ടു. ഞാനൊരു പുതിയ സൃഷ്ടിയായി. യേശുക്രിസ്തു എന്നെ വേർതിരിച്ച് എന്നെ അവന്റെ സാക്ഷിയായി അന്നു മുതൽ ഈ ദിവസം വരെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. നീ രക്ഷിക്കപ്പെട്ട ദിവസമുണ്ടോ? നിന്റെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ദിവസമുണ്ടോ? നിന്റെ മനസ്സാക്ഷി ശുദ്ധീകരിച്ച ദിവസമുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടോ? നിനക്ക് എത്രമാത്രം സൗഖ്യം ലഭിച്ചാലും, നിനക്ക് എത്രമാത്രം ദൈവത്തിന്റെ മറുപടി ലഭിച്ചാലും, പണവും സ്വത്തും സംബന്ധിച്ച്, കോടതി കേസിനെ സംബന്ധിച്ച്, രോഗത്തെ സംബന്ധിച്ച്, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, വിവാഹത്തെ സംബന്ധിച്ച് നീ എത്രമാത്രം ദൈവത്തിന്റെ നന്മകൾ അനുഭവിച്ചാലും, നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു എന്നുള്ളതായ വ്യക്തത നിനക്കില്ല എങ്കിൽ, നിന്റെ സ്ഥാനത്ത് നിനക്ക് വേണ്ടി ക്രൂശിൽ കർത്താവ് മരിച്ചു എന്നുള്ളതായ വിശ്വാസം നിനക്കില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യം ഇല്ല. സൗഖ്യം പ്രാപിക്കുന്നതല്ല ശാശ്വതം. മനസ്സിന് മാറ്റമുണ്ടാകണം. പുതിയൊരു മനസ്സ് ഉണ്ടാകണം. ഞാൻ മദ്യപാനിയായിരുന്നു, ഇപ്പോൾ മദ്യം കഴിക്കില്ല. ഞാൻ കള്ളം പറയുമായിരുന്നു, ഇപ്പോൾ ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ മോഷണം നടത്തുമായിരുന്നു, ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ എനിക്ക് കാഴ്ചയുണ്ട്. നോക്കുക, അതാണ് സാക്ഷ്യം. യേശുക്രിസ്തു വിശ്വസിച്ചു, സ്നാനപ്പെടാനിടയായി, മതം മാറ്റി, ഞാൻ സഭയിൽ പോകുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നു, പാട്ട് പാടുന്നുണ്ട് എന്നൊക്കെ പറയുന്നവരെല്ലാം സ്വർഗത്തിൽ പോകുമെന്നാണോ പറയുന്നത്? ഇത് യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധമാണ്. ഒരു ബ്രദറിനോട് ചോദിച്ചു, ബ്രദർ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നുണ്ടോ? കുഴപ്പമില്ല. എന്താണ്? നിങ്ങൾ സ്നാനപ്പെട്ടോ? എൻ്റെ ഭാര്യ സ്നാനപ്പെട്ടതാണ്, കുഴപ്പമില്ല. അതെന്താണ്? നിങ്ങളുടെ ഭാര്യ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ വയറിനറിയുമോ? ചോറ് കഴിച്ചെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് ആരെങ്കിലും പറയുമോ? അത് അവളുടേത്, ഇതെൻ്റേതെന്ന് പറയുകയില്ലേ? അതുപോലെ തന്നെയാണ് രക്ഷിക്കപ്പെടുന്നതിൻ്റെ കാര്യവും. നിങ്ങൾ ദൈവവചനം ശ്രദ്ധിക്കുകയാണെങ്കിൽ ദൈവത്തിന് പുത്രന്മാരും പുത്രിമാരുമാണുള്ളത്, അല്ലാതെ കൊച്ചുമക്കൾ. എൻ്റെ പിതാവ് യേശു വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ പുത്രൻ, ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ കൊച്ചുമകനാണോ? ദൈവത്തിൻ്റെ മകനാണ്. എൻ്റെ മകൻ ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മകനാണ്. ഇത് അവരവരുടെ കാര്യം ആണ്. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കേണ്ടതാണ്. അവന്റെ സ്നേഹം നീ അനുഭവിക്കേണ്ടതാണ്. അവൻ നൽകുന്ന പാപക്ഷമ നീ പ്രാപിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഉപവാസത്തോടുകൂടി ഒറ്റയ്ക്ക് ചെന്ന് ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട്, കർത്താവേ, എൻ്റെ കാര്യങ്ങൾ നിനക്കറിയാം, എൻ്റെ ജീവിതത്തെ നീ മാറ്റണം, എൻ്റെ പാപങ്ങളെ നീ ക്ഷമിക്കണം, എൻ്റെ ജീവിതത്തിലെ നിനക്കുള്ളതായ പദ്ധതിയെക്കുറിച്ച് എനിക്ക് അറിയിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ കൈ ഉയർത്തുക. ബാക്കിയുള്ളവർ ഇനിയും പോയി ചെയ്യുമോ? വീട്ടിൽ ഒരു മുറിയിൽ ചെന്നിട്ട്, അല്ലെങ്കിൽ മുകളിൽ ചെന്ന് ഒരു മൂലയിൽ ചെന്നിരുന്ന് ഡോർ അടച്ചിട്ട് ഒറ്റയ്ക്ക് ദൈവസന്നിധിയിലിരുന്ന് കർത്താവിനോട് ചോദിക്കൂ നിങ്ങളുടെ വിഷയങ്ങൾ. കർത്താവെ, നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എൻ്റെ മനസ്സ് മാറ്റണമേ, എൻ്റെ ജീവിതം മാറ്റണമേ, എൻ്റെ സ്വഭാവം മാറ്റണമേ, എനിക്ക് രക്ഷ നൽകണമേ, എന്നോട് സംസാരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അവൻ കണ്ണുണ്ടായിട്ടും കാണാത്തതും, ചെവിയുണ്ടായിട്ടും കേൾക്കാത്തതും, കാലുണ്ടായിട്ടും നടക്കാത്തതുമായ ദൈവം ആകുന്നില്ല. അവൻ സംസാരിക്കുന്ന ദൈവമാണ്, നിങ്ങളോട് പ്രതികരിക്കുന്ന ദൈവമാണ്. മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ അനുഗ്രഹം പ്രാപിക്കുക. നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയുന്ന യഥാർത്ഥമായിരിക്കുന്ന അനുഗ്രഹം അതാണ്. നീയും നിന്റെ ദൈവവും, അത്രയേ ഉള്ളൂ. മറ്റൊരു വ്യക്തിക്ക് അവിടെ യാതൊരു ബന്ധവും ഇല്ല. ആരുടെയും റെക്കമെൻഡേഷൻ നമുക്ക് ആവശ്യമില്ല, ആരുടെയും പുകഴ്ത്തലും നമുക്ക് ആവശ്യമില്ല, ആരുടെയും വിമർശനങ്ങൾ നമുക്ക് ആവശ്യം ഇല്ല. ദൈവം നല്ലവനെന്ന് രുചിച്ചു നോക്കുവിൻ. ദൈവത്തെക്കുറിച്ച് അനുഭവിച്ചുകൊണ്ട് മനസ്സിലാക്കണം. ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. ആ
ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. ഞാൻ യേശുവിനെ എൻ്റെ രക്ഷകനായി വിശ്വസിച്ചിരിക്കുന്നു. ഒരു സമയത്ത് ഞാൻ യേശുവിനെ അറിയാത്ത വ്യക്തി ആയിരുന്നു. ആ സമയത്ത് ഞാൻ അറിയാതിരുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചവരെ ഞാൻ തകർക്കാനിടയായി. ഒരു കാലത്ത് എൻ്റെ അജ്ഞാനത്താൽ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസികളെ കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ ഞാൻ എപ്പോഴാണോ യേശുക്രിസ്തുവിനെ ദർശിച്ചത്, അവൻ എപ്പോഴാണോ എന്നെ ദർശിച്ചത്, ഇപ്പോൾ ഞാൻ അവനെ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതം അവന് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഇനിയും ഞാൻ സ്വർഗത്തിൽ ചെല്ലുന്നത് വരെയും എന്നെ ആരാണ് കാക്കുന്നത്? യേശുവാണ് എന്നെ കാക്കുന്നത്. ഈ ദിവസം അങ്ങനെയുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ രോഗങ്ങളും ദുഃഖങ്ങളും കഷ്ടങ്ങളും എല്ലാം വരികയും പോവുകയും ചെയ്യും. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. നിന്ദയും അപമാനവും കഷ്ടതയും എല്ലാം ഉണ്ടാകും. ഇതെല്ലാം താൽക്കാലികം മാത്രമാണ്. നരക ജീവിതത്തെക്കുറിച്ച് തുലനം ചെയ്താൽ ഇതെല്ലാം വെറും നിസ്സാരം മാത്രമാണ്. അല്പകാലത്തേക്കുള്ള കഷ്ടമാണിത്. ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയം എത്ര സമയം നമുക്ക് വേദന ഉണ്ടാകും? അത്രേ ഉള്ളൂ. ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് നിന്റെ ശരീരത്തിലെ ഇൻഫെക്ഷൻ എല്ലാം പോയി ആ രോഗത്തിന് സൗഖ്യം ലഭിക്കും. ഈ ലോകത്തിലെ ചെറിയ കഷ്ടങ്ങൾ നാം കർത്താവിന്റെ നാമത്തിൽ സഹിച്ചാൽ സ്വർഗീയ രാജ്യത്തിന് നമുക്ക് അവകാശികളാക്കി മാറ്റാൻ കഴിയും. നമ്മുടെ ഹൃദയശുദ്ധി കാത്തുരക്ഷിക്കാൻ നമുക്ക് കഴിയും. ദൈവത്തിന്റെ രാജ്യത്തിൽ യുഗങ്ങളായി തലമുറയായി അവിടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, അവിടെ പാട്ടുകൾ പാടിക്കൊണ്ട്, അവിടെ ഇരുട്ടില്ല, അവിടെ കഷ്ടതയില്ല, അവിടെ കണ്ണുനീരില്ല, അവിടെ പ്രശ്നങ്ങളില്ല, അവിടെ വാർദ്ധക്യം ഇല്ല. അവിടെ ചെന്നിട്ട് ദൈവത്തോടൊപ്പം ഇരുന്നു കൊണ്ട് യുഗങ്ങളോളം തലമുറയോളം ദൈവത്തോടൊപ്പം ആനന്ദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ളതായ അല്പകാലത്തേക്കുള്ള പാപഭോഗങ്ങളിൽ പെട്ടുപോകാതെ ദൈവത്തിനു വേണ്ടി കഷ്ടത അനുഭവിച്ചാൽ അത് നന്മയാണ്. വിശ്വാസത്തിനു വേണ്ടി നിലനിൽക്കുകയാണെങ്കിൽ അത് അനുഗ്രഹമാണ്. കർത്താവിനു വേണ്ടി കഷ്ടത അനുഭവിക്കുകയാണെങ്കിൽ കഷ്ടതയുടെയും ദുഃഖത്തിന്റെയും നടുവിലുള്ള അവന്റെ ആശ്വാസവും കൃപയും നമ്മോട് എപ്പോഴും കൂടെയുണ്ട്. ഹല്ലേലൂയ! ഈ കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നവർ, എനിക്ക് യേശു കർത്താവിനെ വേണമെന്ന് പറയുന്നവർ പൂർണ്ണ മനസ്സോടെ ഹല്ലേലൂയ പറയൂ. ഈ യേശു ക്രിസ്തുവിനെ എനിക്ക് വേണം. എന്താണ്? നാം തെറ്റ് ചെയ്തുവെങ്കിലും എവിടേക്കാണ് വരേണ്ടത്? ഓടിപ്പോകാൻ കഴിയില്ല, രക്ഷപ്പെടാൻ കഴിയില്ല. ഇനിയും എവിടേക്കെങ്കിലും പോയാൽ നമുക്ക് കൂടുതൽ ദുഃഖമുണ്ടാകും. ആരുടെ അടുക്കൽ വരണം? തെറ്റാണ് ചെയ്തതെങ്കിലും തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് വന്നു. അവനെ തല്ലിയോ? അപ്പോൾ അവനെ ഓടിച്ചു വിട്ടോ? അവനെ വഴക്ക് പറഞ്ഞോ? അവനെ തള്ളിക്കളഞ്ഞോ? ആലിംഗനം ചെയ്തു, അവനെ ചുംബിച്ചു, അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊടുത്തു. എപ്പോഴും കർത്താവ് നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ്റെ സ്നേഹം മാറില്ല, അവൻ്റെ സ്നേഹം തണുക്കില്ല, അവൻ്റെ സ്നേഹം അകന്നു പോകുന്നത് അല്ല. മാതാവിൻ്റെ സ്നേഹം ഒരുപക്ഷെ അകന്നു പോയേക്കാം, പിതാവിന്റെ സ്നേഹം മാറിപ്പോയേക്കാം, മക്കളുടെ സ്നേഹം മാറിപ്പോയേക്കാം. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം അത് മാറാത്ത സ്നേഹമാണ്. അതിനെ വിട്ടുമാറുകയില്ല. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്നേഹമാണ്. മത്സരമുള്ള ജനത്തിലേക്ക് ഞാൻ എൻ്റെ കൈ ഇടവിടാതെ നീട്ടുന്നു എന്ന് വചനം പറയുന്നു. അവന്റെ കൈകളിലേക്ക് വന്നാൽ നിന്റെ കണ്ണുനീർ അകന്നുപോകും, നിന്റെ വിഷമങ്ങൾ അകന്നുപോകും, നിന്റെ ദുഃഖം തീർന്നു പോകും, നിനക്ക് മനസ്സമാധാനം ലഭിക്കും, നിന്റെ ശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടും, നിന്റെ പാപത്തിൽ നിന്നും നീ വിടുവിക്കപ്പെടും, നിന്റെ ഞെരുക്കത്തിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന്, ലോകത്തിലെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കപ്പെട്ട നീ കർത്താവിന്റെ കയ്യിൽ ആശ്വാസം അനുഭവിക്കും, ആനന്ദിക്കും. ഹല്ലേലൂയ! എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നതിന് വേണ്ടി, നിന്നെ ചുംബിക്കുന്നതിന് വേണ്ടി, അവന്റെ കൈകളിലേക്ക് നിന്നെ ചേർക്കുന്നതിന് വേണ്ടി, നിനക്ക് ശാന്തിയും സമാധാനവും നൽകുന്നതിന് വേണ്ടി, നിനക്ക് രോഗത്തിൽ നിന്നുള്ള സൗഖ്യം നൽകുന്നതിന് വേണ്ടി, നിന്റെ ദുശീലത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുന്നതിന് വേണ്ടി, നിന്റെ ജീവിതം മാറ്റുന്നതിന് വേണ്ടി, നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നതിന് വേണ്ടി കർത്താവ് നമ്മുടെ മധ്യയിൽ സഞ്ചരിക്കുന്നുണ്ട്. നിനക്ക് നഷ്ടപ്പെട്ട മനസ്സമാധാനം നൽകുന്നതിന് വേണ്ടി, നിന്റെ ജീവിതത്തിലെ ശാപത്തെ അകറ്റുന്നതിന് വേണ്ടി, നിന്റെ പാപം കാരണം നിനക്ക് വന്നിരിക്കുന്ന രോഗത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുന്നതിന് വേണ്ടി, നിന്നെ സ്നേഹിച്ച് നിനക്ക് പ്രാണൻ നൽകിയിരിക്കുന്ന യേശു കർത്താവ് നിങ്ങളിലേക്ക് നോക്കുകയാണ്. നീ അവങ്കിലേക്ക് നോക്കൂ, യേശുവിലേക്ക് നോക്കൂ. ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നോക്കുക. അവന്റെ തലയിലെ മുൾക്കിരീടം നിനക്ക് വേണ്ടിയാണ്. അവന്റെ കയ്യിലെ ആണിപ്പാടുകൾ നിനക്ക് വേണ്ടിയാണ്. അവന്റെ മാറിലെ കുന്തത്തിന്റെ മുറിവ് നിനക്ക് വേണ്ടിയാണ്. അവന്റെ പാദത്തിലെ ആണിപ്പാടുകൾ നിനക്ക് വേണ്ടിയാണ്.
നീ കൈകൊണ്ട് ചെയ്ത പാപനിമിത്തം അവന്റെ കൈ ശിക്ഷ ഏറ്റുവാങ്ങി. പാപകരമായ കാര്യങ്ങൾ നീ ചിന്തിച്ചത് മൂലമായി അവന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചു കയറ്റപ്പെട്ടു. നിന്റെ നശിച്ച ഹൃദയത്തിന് വേണ്ടി അവൻ ഹൃദയത്തിൽ വേദന അനുഭവിച്ചു. നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയി. നിന്റെ ഇഷ്ടമനുസരിച്ച് നീ പോയിട്ടും നിന്റെ പാപത്തിന് പകരമായി വരേണ്ട ശിക്ഷയ്ക്ക് വേണ്ടി അവന്റെ പാദങ്ങളിൽ ആണി അടിച്ചിറക്കി. നിന്റെ സ്ഥാനത്ത് ക്രൂശിൽ കിടക്കുന്നതായ യേശുവിനെ നോക്കൂ. അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വരേണ്ടതിനു വേണ്ടി ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി ഈ ലോകത്തിലേക്ക് വന്ന യേശു കർത്താവിനെ എന്റെയും നിന്റെയും പാപ പരിഹാരത്തിനായി ക്രൂശിൽ യാഗമാക്കി മാറ്റി. ക്രൂശിൽ അവൻ ബലിയായി മാറി. രക്തം ചൊരിയാതെ പാപത്തിന് മോചനമുണ്ടാകില്ല. എന്റെയും നിന്റെയും പാപത്തിന്റെ പ്രായശ്ചിത്തമായി യേശുക്രിസ്തു രക്തം ചൊരിയുവാനിടയായി. ഇത് കെട്ടുകഥയല്ല, ഇത് സത്യമാണ്. ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവായി നീ സ്വീകരിക്കൂ. കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന് നിന്റെ പാപങ്ങൾ ഏറ്റുപറയൂ. നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുകയാണ് എങ്കിൽ അവൻ നമ്മോട് ക്ഷമിക്കാൻ നീതിമാനും വിശ്വസ്തനുമാകുന്നു. യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, എന്റെ മനസ്സാക്ഷി എന്നെ ഓർമ്മിപ്പിക്കുന്നതായ എല്ലാ തെറ്റുകളെയും ഞാൻ ഏറ്റുപറയുന്നു. എന്റെ കുടുംബത്തിൽ സമാധാനമില്ല, എന്റെ മക്കൾക്ക് സന്തോഷമില്ല, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇല്ല. നീ വലിയ ദൈവമാണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല. സഹായിക്കണമേ കർത്താവേ, പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ. ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ഒന്ന് ദർശിക്കണമേ. അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ നീ വിടുവിച്ചെടുക്കണമേ. ഒരു യൗവനക്കാരനും തങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയാതെ കർത്താവിന്റെ അടുക്കിലേക്ക് വരുവാൻ അവരെ സഹായിക്കണമേ. ഞങ്ങളുടെ യൗവനക്കാർക്ക് മാനസാന്തരം കൊടുക്കണമേ. അവർക്ക് ഉണർവ് കൊടുക്കണമേ. ഞങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്നറിഞ്ഞ് അത് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സഹായിക്കണമേ. വാർദ്ധക്യത്തിലുള്ളവരെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ശരീരത്തിൽ പലവിധമായ രോഗങ്ങളാൽ ആയിരിക്കുന്ന, എനിക്ക് കഷ്ടത അനുഭവിക്കുവാൻ വയ്യ, മരിച്ചുപോയാൽ നന്നായിരുന്നു എന്ന് പറയുന്ന പ്രായമുള്ള മാതാപിതാക്കളെ നീ ഓർക്കണമേ. വാർദ്ധക്യത്തിലും ഞാൻ നിന്നെ ചുമക്കും എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമേ, അവരുടെ വാർദ്ധക്യത്തിൽ അവരെ ഉപേക്ഷിക്കരുതേ. അവരുടെ സ്വന്തം മക്കൾ അവരെ തള്ളിക്കളഞ്ഞാലും നിത്യപിതാവായ ദൈവമേ, നീ അവരെ ഉപേക്ഷിക്കരുതേ. അവരാരും തന്നെ മരിച്ച് നരകത്തിൽ പോകാനിടയാകരുതേ. ഞങ്ങളുടെ ഇടയിലെ പ്രായമുള്ളവരെല്ലാം രക്ഷിക്കപ്പെട്ട് നിന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കി മാറണം. നിന്റെ ആശ്വാസം പ്രാപിക്കണം. ഞങ്ങളുടെ കൊച്ചുകുട്ടികളെ എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ, വചനപ്രകാരം വളർത്തിക്കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ ദൈവമേ. ഞങ്ങൾക്ക് മക്കൾ ഉണ്ടായത് നരകത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല, സ്വർഗത്തിന്റെ അവകാശികളാക്കി മാറ്റുന്നതിനായി. നിഷ്പ്രയോജനമുള്ളവരായി തീരുവാനല്ല, പ്രയോജനമുള്ളവരായി മാറണമെന്ന് ആ മാതാപിതാക്കൾക്ക് ജ്ഞാനം നൽകിക്കൊണ്ട് ഞങ്ങളോടെല്ലാം നീ സംസാരിക്കണമേ. ഞങ്ങളെല്ലാം നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയവേദനയിൽ നിന്ന് വിടുവിക്കണമേ. പാപത്തിന്റെ ചങ്ങലയിൽ നിന്ന് വിടുവിക്കണമേ. ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മറക്കാത്ത ദിവസമായി മാറുന്നതിനായി ഇത് രക്ഷാ ദിവസമാക്കി മാറ്റണമേ. ഇത് അഭിഷേക ദിവസമാക്കി മാറ്റണമേ. നീ അനുഗ്രഹിച്ച ദിവസമാക്കി മാറ്റണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും മേൽ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും,
നീ മാത്രം രാജാവെന്നും നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ